ബാബു വർഗീസ് അങ്കിളിൽ നിന്ന് കൂടുതൽ കേൾക്കണം എന്നാണ് നിങ്ങളെപ്പോലെ ഞാനും ആഗ്രഹിച്ചത്. പ്രിയ അങ്കിളിനോടും അതുപോലെ ഇന്ന് അതിഥികളായിട്ട് വന്നിരിക്കുന്ന മറ്റ് പ്രിയപ്പെട്ടവർ, ഷാജി വർഗീസ് ബ്രദർ, അതുപോലെ മറ്റ് പ്രിയപ്പെട്ടവരോടൊക്കെ ചേർന്ന് എൻ്റെ മാതൃസഭയിലെ പ്രിയപ്പെട്ടവരോട്, പ്രത്യേകിച്ച് കുമ്പഴയിലെ ബാവുച്ചാന്, മുതിരക്കാലയിലെ അച്ചാന്, ഈ പ്രിയപ്പെട്ടവരോടൊക്കെ ചേർന്ന് ഞങ്ങൾക്കും കുടുംബമായിട്ട് ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ആരാധിക്കാൻ ഞങ്ങൾക്ക് ലഭിച്ച അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ മുമ്പിലുള്ള ശേഷിക്കുന്ന സമയം, കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന ഈ നാളുകളെക്കുറിച്ച് നമ്മൾ കേൾക്കുകയായിരുന്നു. നമ്മൾ ഈ നാളുകളിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് ചില കാര്യങ്ങൾ മാത്രം ഓർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്താം. അതിനാധാരമായിട്ട് നമുക്ക് യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 35 മുതൽ 40 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ജോൺ ചാപ്റ്റർ 1 വേഴ്സസ് 35 to 40. ഇതെന്നാൽ യോഹന്നാൻ പിന്നെയും തന്റെ ശിഷ്യന്മാർ രണ്ടുപേരുമായി അവിടെ നിൽക്കുമ്പോൾ കടന്നു പോകുന്ന യേശുവിനെ നോക്കിയിട്ട്, ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞത് ആ 2 ശിഷ്യന്മാർ കേട്ട് യേശുവിനെ അനുഗമിച്ചു. യേശു തിരിഞ്ഞ് അവർ പിന്നാലെ വരുന്നത് കണ്ടവരോട്, നിങ്ങൾ എന്താ അന്വേഷിക്കുന്നത് ചോദിച്ചു. അവർ റബ്ബി എന്ന് വെച്ചാൽ ഗുരു, നീ എവിടെ പാർക്കുന്നു എന്ന് ചോദിച്ചു. അവൻ അവരോട്, വന്ന് കാണുവീൻ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ വസിക്കുന്ന ഇടം അവർ കണ്ടു. അന്ന് അവനോടുകൂടെ പാർത്തു. അപ്പോൾ ഏകദേശം 10-ാം മണി നേരം ആയിരുന്നു. യോഹന്നാൻ പറഞ്ഞത് കേട്ട് അവനെ അനുഗമിച്ച 2 പേരിൽ ഒരുത്തൻ ശിമോൻ പത്രോസിന്റെ സഹോദരനായ അന്ത്രയോസ് ആയിരുന്നു. അവൻ തന്റെ സഹോദരനെ നമുക്ക് വളരെ പരിചയമുള്ള ഭാഗമാണ്. ഇവിടെ 5 വാക്യങ്ങൾ നമ്മൾ വായിച്ചു. എനിക്കതിൽ വളരെ ശ്രദ്ധ ആകർഷിച്ച കാര്യം, 5 വാക്യങ്ങൾ നമ്മൾ 4 വ്യക്തികളെ അവിടെ കാണുന്നുണ്ട്. നമുക്ക് പരിചയമുണ്ട്. യോഹന്നാൻ സ്നാപകൻ, തൻ്റെ 2 ശിഷ്യന്മാർ, കർത്താവായ യേശു ക്രിസ്തു, 4 പേരെ കാണുന്നു. ഈ 5 വാക്യങ്ങളിൽ തന്നെ സംഭാഷണങ്ങൾ വളരെ നിറഞ്ഞൊരു 5 വാക്യങ്ങൾ. ഈ വാക്യങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് ആ വ്യക്തികളുടെ വീക്ഷണങ്ങൾ, എന്നാൽ വീക്ഷണങ്ങൾ, അവരുടെ വാക്കുകൾ, അതിൽ കൂടി നമുക്ക് ലഭിക്കുന്ന സത്യങ്ങൾ വളരെ വലുതാണ്. നമ്മൾ ആദ്യം ഞാൻ ഓർപ്പിച്ച പോലെ തന്നെ വളരെ ഈ നാളുകളിൽ കൂടുതലായി ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളും ആ വാക്കുകളിൽ കൂടി നമുക്ക് കാണുവാൻ കഴിയും. നമ്മൾ 35-ാം വാക്യത്തിൽ യോഹന്നാൻ സ്നാപകൻ തൻ്റെ ശിഷ്യന്മാരുമായിട്ട് ഒത്ത് അവിടെ നിൽക്കുന്ന കാണുന്നു. 36-ൽ നമ്മൾ കാണുകയാണ്, സ്നാപക യോഹന്നാൻ്റെ വാക്കുകളാണ് നമ്മൾ കാണുന്നത്. അവിടെ കാണുന്നു, ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്. അവിടെ നമ്മൾ കാണുന്നു യോഹന്നാൻ സ്നാപകൻ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പരിചയപ്പെടുത്തുകയാണ്. ഒരു പരിചയപ്പെടുത്തലാണ്, ഒരു ഇൻട്രൊഡക്ഷൻ അവിടെ നടക്കുകയാണ്. അതിന് മുമ്പുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. 29 സമാനമായ വാക്കുകളാണ് അവിടെ കാണുന്നത്. അവിടെ നമ്മൾ കാണുന്നു, ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഒരേ സന്ദേശം തന്നെ ഇവിടെ നമ്മൾ കാണുമ്പോൾ ഒരു വ്യക്തിയെ പരിചയപ്പെടുത്തുകയാണ്. നമ്മളൊക്കെ പല വേദികളിൽ, പല സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ പല സദസ്സുകളിൽ അല്ലെങ്കിൽ പല ബന്ധുക്കളുടെ മുമ്പാകെയൊക്കെ നമ്മൾ പരിചയപ്പെടുത്തും. സെൽഫ് ഇൻട്രൊഡക്ഷൻ സ്വന്തമായിട്ട് പരിചയപ്പെടുത്തും, അല്ല മറ്റുള്ളവരെ നമ്മുടെ പ്രിയപ്പെട്ടവരെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തും. ഈ സമയമൊക്കെ നമ്മൾ പരിചയപ്പെടുത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നത് ഒന്നീ നമ്മുടെ രക്തബന്ധം മറ്റുള്ളവരിലേക്ക് പരിചയപ്പെടുത്തുവാനായിരിക്കാം, അല്ലെങ്കിൽ ഈ പരിചയപ്പെടുത്തുവാൻ നമ്മൾ ആരെക്കുറിച്ച് ആഗ്രഹിക്കുന്നോ ആ വ്യക്തിയുടെ ഏറ്റവും ശ്രേഷ്ഠമായ ഗുണങ്ങൾ അല്ലെങ്കിൽ സവിശേഷതകൾ മറ്റുള്ളവരോട് പറയുവാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അത് സ്വാഭാവികമാണ്. ഇവിടെ സ്നാപക യോഹന്നാൻ ഇവിടെ പരിചയപ്പെടുത്തുമ്പോൾ നമുക്കറിയാം, തനിക്ക് പരിചയപ്പെടുത്തുവാൻ അനേക കാര്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, രക്തബന്ധം നമുക്കറിയാം, നമ്മൾ വായിക്കുന്നുണ്ട്. ഇവർ ചാർച്ചക്കാരായിരുന്നു. യോഹന്നാൻ സ്നാപകൻ്റെ അമ്മയും യേശു ക്രിസ്തുവിൻ്റെ അമ്മയും ചാർച്ചക്കാരായിരുന്നു എന്ന് പറയുന്നു. ചില ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ കസിൻ എന്ന് നമ്മൾ കാണുന്നുണ്ട് ഇവരെക്കുറിച്ച് പറയുമ്പോൾ, എലിസബത്തിനെയും മറിയെക്കുറിച്ച് കാണുമ്പോൾ. അപ്പോൾ ബന്ധുക്കളാണ്, ആ രീതിയിൽ പരിചയപ്പെടുത്താം. അതല്ല, കർത്താവിനെക്കുറിച്ച് നമുക്ക് ഇത് വായിക്കുമ്പോൾ മനസ്സിലാവും. തീർച്ചയായിട്ടും കർത്താവ് എന്തിനു വന്നു, കർത്താവ് എന്തായിരിക്കും, ഈ കാര്യങ്ങളൊക്കെ യോഹന്നാൻ സ്നാപകൻ തീർച്ചയായിട്ടും ഇതിനോടകം മനസ്സിലാക്കി ഇരിക്കുന്നു. അപ്പോൾ ആ നിലയ്ക്ക് കർത്താവിനെക്കുറിച്ച് പറയുവാൻ, പരിചയപ്പെടുത്തുവാൻ എത്രയോ കാര്യങ്ങൾ ലോകത്തിന് മുമ്പാകെ ലോകത്തെ ത്രസിപ്പിക്കുന്ന, ലോകത്തെ വിസ്മയിപ്പിക്കുന്ന അനേക കാര്യങ്ങൾ പരിചയപ്പെടുത്താം. എന്നാൽ ഇവിടെ നമ്മൾ നോക്കുക, ഇവിടെ പറയുമ്പോൾ ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ സമൂഹത്തിന്, അന്നത്തെ ജനതയ്ക്ക്
അപരിചിതമായൊരു വാക്കൊന്നുമല്ല. അന്നത്തെ സമ്പ്രദായം കുഞ്ഞാട് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, കുഞ്ഞാടിനെ എന്തിനാണ് ഉപയോഗിക്കുന്നത്, എന്താണ് അതിൻ്റെ പർപ്പസ്, അതൊക്കെ അവിടെ പരിചിതമായ കാര്യമാണ്. നമുക്കറിയാം അത് യാഗത്തിന് വേണ്ടിയുള്ളൊരു മൃഗമാണ്. യാഗം എന്താണ്, ആ കാലയളവിലുള്ള യാഗത്തിൻ്റെ പ്രാധാന്യം, യാഗം ഏത് തരത്തിലൊക്കെ ഉണ്ട്, എന്തിനു വേണ്ടിയുണ്ട്, ഇതൊക്കെ ആ ജനതയെ പറഞ്ഞ് പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്കറിയാം യെരൂശലേം യെരുശലേം ദേവാലയത്തിൽ യാഗം നിത്യം നടക്കുകയാണ്. അത് എന്തിനു വേണ്ടിയാണ്? വ്യക്തികൾക്ക് വേണ്ടി. നമ്മൾ വചനം ഉടനീളം കാണുന്നു, വ്യക്തികൾക്ക് വേണ്ടി യാഗമർപ്പിക്കുന്നു. ലേവ്യ പുസ്തകം 16-ാം അധ്യായം, അവിടെ യഹോവ മോശയ്ക്ക് കൊടുക്കുന്ന പ്രമാണം, അഹരോനോട് പറയേണ്ട പ്രമാണം, അതിൻ്റെ 16-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം, അവിടെ ഇങ്ങനെ പറയുന്നു, അഹരോനോട് പറയേണ്ടത് അവൻ അർപ്പിക്കേണ്ട യാഗത്തെക്കുറിച്ച് പറയുന്നു. അതിനോട് ചേർന്ന് തന്നെ പറയുന്നു അവൻ്റെ കുടുംബം അർപ്പിക്കേണ്ട യാഗത്തെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. വ്യക്തി, കുടുംബം. ഇനി താഴോട്ട് വരുമ്പോൾ ലേവ്യ 16-16 അവിടെ കാണുമ്പോൾ ഇസ്രായേൽ ജനതയ്ക്കുള്ള യാഗത്തെക്കുറിച്ച് പറയുന്നു. എന്തിനു വേണ്ടിയാണ്? ഇസ്രായേൽ ജനതയുടെ അകൃത്യത്തിന്, ഇസ്രായേൽ ജനതയുടെ മുഴുവൻ പാപത്തിന് എല്ലാം അർപ്പിക്കേണ്ട യാഗത്തെക്കുറിച്ച് അവിടെ പറയുന്നു. ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം, വ്യക്തികൾക്കുള്ള യാഗം അല്ല, കുടുംബത്തിന് പോരാ, ഒരു സമൂഹത്തിന്, ഒരു ജനതയ്ക്ക്, ഒരു രാജ്യത്തിന് വേണ്ടിയുള്ള ഒരു യാഗം. അവിടെ ഈ കുഞ്ഞാട് വളരെ പരിചിതമായ കാര്യമാണ്. എന്നാൽ ഇവിടെ സ്നാപകൻ പറയുന്നു, ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞല്ലോ, ഈ യോഹന്നാൻ സ്നാപകൻ തീർച്ചയായിട്ടും കർത്താവിൻ്റെ വരവിൻ്റെ ഉദ്ദേശം അറിഞ്ഞിരിക്കുകയാണ്. അവിടെ പറയുമ്പോൾ ഒരു വ്യക്തിയെക്കുറിച്ച് പറയുകയാണ്, അവൻ്റെ വരവിൻ്റെ ഉദ്ദേശത്തിൻ്റെ അവസാനം എന്താണ് നടക്കുന്നത്, അതായത് മരണം, ഒരു യാഗം നടക്കാൻ പോവുകയാണ്. അതാണ് ആദ്യം പരിചയപ്പെടുത്തുന്നത്. അല്ലെങ്കിൽ ഞാൻ ഒരു വ്യക്തിയെക്കുറിച്ച് പറയുമ്പോൾ ഇവൻ എങ്ങനെയാണ് മരിക്കാൻ പോകുന്നത് എന്ന് കേൾക്കുമ്പോൾ എത്രയോ ദുഃഖകരമായിരിക്കാം. എത്രയോ നല്ല കാര്യങ്ങൾ പറയാനുണ്ട്. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കുക, സ്നാപകൻ അവിടെ പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത് ഈ കർത്താവിൻ്റെ ജീവിത ഉദ്ദേശം, എന്തിനു വേണ്ടിയാണ് തന്നെ അയച്ചിരിക്കുന്നത്, അത് ജനത്തിന് പരിചയപ്പെടുത്തുക. അവിടെ പറയുന്നു, ഇതാ 29-ാം വാക്യം, ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഒരു വ്യക്തിയുടെ അല്ല, ഒരു കുടുംബത്തിൻ്റെ അല്ല, ഒരു ജനതയുടെ അല്ല, ഇതാ ലോകത്തിൻ്റെ പാപം. അതുവരെ അപരിചിതമായ ഒരു സങ്കല്പം. ലോകത്തിൻ്റെ മുഴുവൻ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. നമ്മൾ അത് കാണുന്നത് വെളിപ്പാട് 5:9. വാക്യങ്ങളെടുത്ത് വായിക്കുന്നില്ല. വെളിപ്പാട് 5:9 നമുക്ക് വളരെ പരിചിതമായ വാക്യം. അവിടെ കാണുന്നു, ഇതിൻ്റെ സാക്ഷാത്കാരം നമ്മൾ അവിടെ കാണുകയാണ്. നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് സകല ജാതിയിലും ഭാഷയിലും വംശത്തിലും ജാതിയിലുമുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. നീ അറുക്കപ്പെട്ടു, സകല ഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലുമുള്ളവരെ. പ്രിയപ്പെട്ടവരെ, ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്, ആ ഗണത്തിൽ, ആ കൂട്ടത്തിൽ നമ്മളെയും ഉൾപ്പെടുത്തുവാൻ ദൈവത്തിന് പ്രസാദമായി. എത്രയോ അത്ഭുതകരമായ കാര്യമാണ്. ഇവിടെ സ്നാപക യോഹന്നാൻ്റെ വാക്കുകൾ, ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്. നമുക്ക് വേഗത്തിൽ അടുത്ത വാക്യത്തിലേക്ക് വായിക്കാം. വായിച്ചോളൂ. 37, യോഹന്നാൻ 1:37. അവൻ പറഞ്ഞത് ആ രണ്ട് ശിഷ്യന്മാർ കേട്ട് യേശുവിനെ അനുഗമിച്ചു. അതെ, ഇവിടെ നോക്കുക, വളരെ അത്ഭുതമുള്ള കാര്യമാണ്. എന്താണ് കേട്ടത് അവർ? ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്. അത് കേട്ടപ്പോൾ അവർ, ആ രണ്ട് ശിഷ്യന്മാർ, ധാരാളം ശിഷ്യന്മാരുണ്ട്, എന്നാൽ രണ്ട് ശിഷ്യന്മാർ ഈ വാക്ക് കേട്ട ഉടനെ യേശു ക്രിസ്തുവിനെ അനുഗമിക്കുന്നതായിട്ട് കാണുന്നു. നമുക്കിന്ന് ഒരിക്കലും സങ്കല്പിക്കുവാൻ പോലും കഴിയാത്ത ഒരു പ്രവൃത്തിയാണ് ഈ ശിഷ്യന്മാർ ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം, ഇവർ അനുഗമിക്കുന്നു. അപ്പോൾ പിന്നീടുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നു, അതിൽ നിന്ന് നമുക്ക് വ്യക്തമാകും. അപ്പോൾ ഇവർ എന്തുകൊണ്ടായിരിക്കാം ഇവർ ഈ കർത്താവിനെ ഈ വാക്ക് കേട്ടപ്പോൾ അനുഗമിച്ചത്? തീർച്ചയായിട്ടും അവർ ആഗ്രഹിച്ചിരുന്നത് എന്താണോ, അവർ പ്രതീക്ഷിച്ചിരുന്നത് എന്താണോ, അത് ഇതാ എത്തിയിരിക്കുകയാണ്. നമ്മൾ 41-ാം വാക്യത്തിൽ, നമ്മൾ ആദ്യം വായിച്ചില്ല, 41-ാം വാക്യം, അവിടെ ഈ ശിഷ്യൻ പറയുകയാണ്, ഈ രണ്ട് ശിഷ്യന്മാരിൽ ഒരാൾ പറയുകയാണ്, ഞങ്ങൾ മശിഹായെ കണ്ടെത്തിയിരിക്കുന്നു. അതായത് അവരൊരു തിരച്ചിലായിരുന്നു. അവർ ഒരു സെർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആരെയാണ്? മശിഹായെ. അതായത് യഹൂദ ജനത്തിന് വേണ്ടി അവരെ വീണ്ടെടുക്കുവാൻ വേണ്ടി വാഗ്ദത്തം ചെയ്യപ്പെട്ട ഒരു വ്യക്തി, അതാണ് മശിഹ എന്നതിൻ്റെ അർത്ഥം. ആ മശിഹായെ, ആ വാഗ്ദത്തം ആരെക്കുറിച്ച് ചെയ്തോ അവന് വേണ്ടി പ്രതീക്ഷിച്ച്
പ്രത്യാശയോടുകൂടെ അവർ കാത്തിരിക്കുകയാണ്. ആ വ്യക്തി, ഇവിടെ യോഹന്നാൻ സ്നാപകൻ്റെ വാക്കുകൾ, ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ആ വാക്ക് കേട്ടപ്പോൾ അവർ ഈ കർത്താവിനെ അനുഗമിക്കുന്നു. പിന്നീട് 41 നമ്മൾ കണ്ടാണ് ഞങ്ങൾ മശിഹായെ കണ്ടെത്തിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് ലോകത്തിൽ നമുക്കറിയാം, ലോക ജനത ഇതുപോലുള്ള ഒരു സെർച്ചിലാണ്. അവരൊക്കെ അന്വേഷിക്കുകയാണ്, യഥാർത്ഥത്തിലുള്ള ഒരു ജീവദായകനെ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിൽ അനേക പ്രശ്നങ്ങളുടെ നടുവിൽ ഈ അന്വേഷണത്തിലാണ്. എന്നാൽ നിർഭാഗ്യവശാൽ കാണുന്ന പല വഴിക്ക്, പല നേതാക്കന്മാരെ കാണുമ്പോൾ പലരും ആ പല വഴിക്ക് നടന്നു പോവുകയാണ്. നിർഭാഗ്യവശാൽ ആത്മീയ ഗോളത്തിലും പലരും ഇത് ഒരു തക്കമായി കണക്കാക്കിക്കൊണ്ട്, പലരും ഇതിനെ ഒരു വ്യവസായമായ ഒരു വിൽപ്പന ചരക്കൊക്കെ ആക്കിക്കൊണ്ട് ഇതിനെ വിൽക്കുവാൻ വേണ്ടി നടക്കുകയാണ്. പലരും നടക്കുകയാണ്. എന്നാൽ നമുക്കറിയാം, കർത്താവായ യേശുക്രിസ്തു യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായം, അതിൻ്റെ ഒന്ന് വായിക്കുന്ന നല്ലതായിരിക്കും, 10-ന്റെ 4-ാം വാക്യത്തിൽ അവിടെ ഇങ്ങനെ കാണുന്നു. ഈ ആടുകളെക്കുറിച്ച് പറയുന്ന ഒരു സങ്കല്പം അവിടെ പറയുമ്പോൾ കർത്താവ് പറയുകയാണ്, ആടുകൾ ഇടയൻ്റെ ശബ്ദം കേട്ട് അവനെ അനുഗമിക്കുന്നു. 4-ാം വാക്യം. എന്നാൽ അതിൻ്റെ 10-ഉം 11-ഉം കൂടെ ഒന്ന് ചേർത്ത് വായിക്കാമോ? 10-ന്റെ 10-ഉം 11. യോഹന്നാൻ 10-ന്റെ 10-ഉം 11-ഉം 12. ഞാൻ നല്ല ഇടയനാകുന്നു. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു. ഇടയനും ആടുകളുടെ ഉടമസ്ഥനും അല്ലാത്ത കൂലിക്കാരൻ ചെന്നായി വരുന്നത് കണ്ടിട്ട് ആടുകളെ വിട്ട് ഓടിക്കളയുന്നു. ചെന്നായ അവയെ പിടിക്കുകയും ചിഹ്നിച്ചു കളയുകയും ചെയ്യും. അതെ, ഇവിടെ നമ്മൾ ആടുകളെ കാണുന്നു, 2 തരത്തിലുള്ള ഇടയന്മാരെ കാണുന്നു. ഇന്നത്തെ ലോകത്തിൻ്റെ ചിത്രവും അവിടെ വരുന്നു. 2 ഇടയന്മാരെ നമ്മൾ കാണുന്നു. നമുക്ക് 11-ാം വാക്യം വളരെ പരിചയമാണ്, കർത്താവിൻ്റെ വാക്കുകൾ. അടുത്ത വാക്യത്തിൽ പറയുന്നു, അവിടെയും നമ്മൾ ഒരു ഇടയനെ കാണുകയാണ്. അവിടെ പറയുന്നു, ആ വാക്ക് തുടങ്ങുന്നത് 12-ാം വാക്യം ആരംഭിക്കുന്ന ഇങ്ങനെയാണ്, ഇടയനും, അവനും ഇടയൻ തന്നെയാണ്. ഇന്നത്തെ ലോകത്തിലെ നേതാക്കന്മാരുടെ ചിത്രമാണ്. അവനും ഇടയനാണ്. എന്നാൽ അവിടെ പറയുന്നു, അവൻ കൂലിക്കാരനാണ്. അവൻ സ്വന്തമായിട്ട് ആടുകളുള്ള ആളല്ല. അവൻ കൂലിക്കാരനാണ്, എന്നാൽ ഇടയനാണ്. അവൻ ചെയ്യുന്ന പ്രവൃത്തി എന്താണ്? ചെന്നായി വരുമ്പോൾ അവൻ ആടിനെ ഇട്ടിട്ട് ഓടിപ്പോകുന്ന ഇടയൻ. ആടുകൾ ഓടുന്നതെന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത്, കൂലിക്കാരനായ ഇടയൻ ഓടിപ്പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചുറ്റും കാണുന്ന ഇതാണ്. ധാരാളം ഇടയന്മാരുണ്ട്. നല്ല ഇടയൻ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ധാരാളം ഇടയന്മാർ. നമ്മൾ ലോക സംഭവങ്ങൾ, ഇപ്പോൾ അങ്കിൾ പറഞ്ഞ വാക്കുകളൊക്കെ നമുക്കറിയാം. സിറിയയിൽ ഉള്ള സംഭവം എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നത്, വലിയൊരു ഇടയനായിരുന്നു ബഷാർ അൽ അസാദ്. അവിടെ നമ്മൾ സംഭവിച്ചു, 2000 മുതൽ 2024 വരെ ആ രാജ്യത്തെ ഭരിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ് 74 മുതൽ 2000 വരെ ഭരിച്ചതാണ്. ഒരു കുടുംബം 50 വർഷം ഒരു ഇടയനെ അനുഗമിച്ചതാണ്. എന്നാൽ 24 ഒക്ടോബറിൽ ഒരു പ്രതിസന്ധി വന്നപ്പോൾ ഈ ഇടയൻ എന്താണ് ചെയ്തത്? ഈ ബഷാർ അൽ അസാദ് കിട്ടിയ വണ്ടിക്ക് റഷ്യയിലേക്ക്, കിട്ടിയ വിമാനം ലഭിച്ച് കുടുംബം എല്ലാം റഷ്യയിലേക്ക് കടന്നു. അതിനു മുമ്പേ അദ്ദേഹത്തിൻ്റെ സ്വത്തും എല്ലാം അതിനു മുമ്പേ റഷ്യയിലേക്ക് കടത്തി. എന്നാൽ ഈ ഇടയനെ ആശ്രയിച്ച ആടുകളുടെ സംഭവം നമുക്കറിയാം. സിറിയയിൽ വളരെ ദുഃഖകരമായിരുന്നു. അനേക സർക്കാർ ജീവനക്കാർ കൊല്ലപ്പെട്ടു, വെട്ടിയും വെടികൊണ്ടും കൊല്ലപ്പെട്ടു. അനേക വിശ്വസ്തന്മാർ അവരുടെ ജീവൻ നഷ്ടപ്പെട്ടു. ഇതാണ് ചെന്നായി വരുമ്പോൾ ഇറങ്ങി ഓടുന്ന ഇടയൻ, കൂലിക്കാരനായ ഇടയൻ. എന്നാൽ നമുക്കറിയാം, കർത്താവായ യേശു ക്രിസ്തു ആ 11-ാം വാക്യത്തിൽ പറയുന്നു, ഞാൻ നല്ല ഇടയൻ. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ അനുഗമിക്കുന്ന ഇടയൻ അത് ചെന്നായി വരുമ്പോൾ ഇട്ടെറിഞ്ഞിട്ട് ഓടുന്ന ഒരു ഇടയനല്ല, നല്ല ഇടയൻ. നമുക്കറിയാം, എൻ്റെ മനസ്സിലേക്ക് വരുന്ന ഒരു സംഭവമാണ്, നമ്മുടെ നാട്ടിൽ 2022 മെയ് 10 ഒരു യുവ ഡോക്ടർ കൊല്ലപ്പെട്ടു. നമുക്കറിയാം, വന്ദനാദാസ്. ആ ഡോക്ടർ കൊല്ലപ്പെട്ടപ്പോൾ ഒരു ആശുപത്രി വരാന്തയിൽ ധാരാളം ആളുകളുടെ സാന്നിധ്യത്തിൽ ഒരു ലഹരിക്ക് അടിമയായ ഒരു വ്യക്തി ഈ ഡോക്ടറെ കുത്തുകയാണ്. കുത്തി കൊലപ്പെടുത്തി. കുത്തു വന്നപ്പോഴത്തേക്ക് തൻ്റെ ചുറ്റുമുണ്ടായിരുന്ന എല്ലാവരും ഓടി രക്ഷപ്പെട്ടു. അതിൽ പോലീസ് ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു, ആശുപത്രി ജീവനക്കാരുണ്ടായിരുന്നു, കൂടെ ഉള്ള സാധാരണ നിരായുധരായ മറ്റാൾക്കാരും ഉണ്ടായിരുന്നു. എല്ലാവരും ഓടി രക്ഷപ്പെട്ടു. ആ പെൺകുട്ടിയെ ഒറ്റയ്ക്ക് കൊലയ്ക്ക് കൊടുത്തിട്ട് അവർ ഓടി രക്ഷപ്പെട്ടു. അതിൻ്റെ അടുത്ത 2 ദിവസത്തിനുള്ളിൽ ഈ കേസ് ഹൈക്കോടതിയിൽ വന്നപ്പോൾ ഹൈക്കോടതി ജഡ്ജിയായ ദേവൻ രാമചന്ദ്രൻ അദ്ദേഹത്തിൻ്റെ വിധികൾ, അദ്ദേഹം പോലീസിനെ നിശിതമായി വിമർശിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ, നിങ്ങളിൽ നിന്ന് നിയമം അനുശാസിക്കുന്നത് നിങ്ങൾ ജനത്തിൻ്റെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കുവാനാണ്. അത് സംരക്ഷിക്കുവാൻ വേണ്ടി നിങ്ങളുടെ ജീവൻ വില കൊടുക്കേണ്ട വന്നാൽ പോലും നിങ്ങളെ സംരക്ഷിക്കുവാൻ ബാധ്യസ്ഥരാണ്.
എന്നാൽ നമുക്കറിയാം എന്താണ് സംഭവിച്ചത്. ഇങ്ങനെ ഒരു ആക്രമണം വന്നപ്പോൾ ഓടി ഒളിച്ച വ്യക്തികളിൽ ഈ പോലീസുകാരും ഉണ്ടായിരുന്നു. നിയമം പറയുന്നതൊന്ന്, നിങ്ങൾ സംരക്ഷിക്കണം, നിങ്ങൾ ഓടരുത്. പക്ഷേ ഓടി ഒളിച്ചതിൽ അവരായിരുന്നു മുൻപന്തിയിൽ. ലോകത്തിൽ നിന്ന്, പ്രിയപ്പെട്ടവരെ, ലോക നേതാക്കളിൽ നിന്ന്, ലോക സമ്പ്രദായത്തിൽ നിന്ന്, നിയമത്തിൽ നിന്ന് ഇതാണ് സാധാരണക്കാർക്ക് പ്രതീക്ഷിക്കുവാൻ കഴിയുന്നത്. എന്നാൽ കർത്താവിൻ്റെ വാക്കുകൾ, ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ തൻ്റെ ജീവൻ ആടുകൾക്ക് വേണ്ടി കൊടുക്കുന്നു. എവിടെ കാണുവാൻ കഴിയും ഇതുപോലെ ഒരു ഇടയനെ? പ്രിയപ്പെട്ടവരെ, ആ 2 ശിഷ്യന്മാർ അവർ അനുഗമിക്കുവാൻ തീരുമാനിച്ചത്, പുറപ്പെട്ടത് ഈ ഇടയൻ്റെ ശബ്ദം, അല്ലെങ്കിൽ ഈ ഇടയനെ കണ്ടുകൊണ്ടാണ്, ഈ ഇടയനെക്കുറിച്ചുള്ള വാക്കുകൾ കേട്ടുകൊണ്ടാണ് ആ കർത്താവായ യേശുക്രിസ്തുവിനെ അനുഗമിക്കുവാൻ വേണ്ടി ഈ 2 ശിഷ്യന്മാർ പുറപ്പെട്ടത്. അതിൻ്റെ അടുത്ത വാക്യം വായിക്കാം, 38, യോഹന്നാൻ 1:38. യേശു തിരിഞ്ഞു അവർ പിന്നാലെ വരുന്നത് കണ്ട് അവരോട്, നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു എന്ന് ചോദിച്ചു. അതെ, നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു എന്ന് ചോദിച്ചു. നമ്മൾ ശ്രദ്ധിക്കുക, ഈ 1-ാം അധ്യായം നമ്മൾ ആദ്യം മുതൽ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. യോഹന്നാൻ സ്നാപകന്റെ വാക്കുകൾ കാണുന്നുണ്ട്, ഇപ്പോൾ ഇതിനു മുമ്പ് ശിഷ്യന്മാരുടെ വാക്കുകൾ കാണുന്നുണ്ട്. ശ്രദ്ധിക്കുക, ആദ്യമായിട്ടാണ് നമ്മളവിടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വാക്കുകൾ നമ്മൾ കേൾക്കുന്നത്. അധ്യായത്തിൽ എഴുത്തുകാരനായ യോഹന്നാൻ ആദ്യമായിട്ട് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വാക്കുകൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ വാക്കുകളാണ്. ആ ചോദ്യം എന്താണ്? നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു? വളരെ പ്രസക്തമായ ചോദ്യമാണ്. ആ ചോദ്യം അന്ന് ആ ശിഷ്യന്മാരോട് ചോദിച്ച അന്ന് ചോദിച്ച അതേ ചോദ്യം, പ്രിയപ്പെട്ടവരെ, ഇന്ന് പ്രഭാതത്തിൽ, ഇന്ന് ഈ സമയം നമ്മളോടും ചോദിക്കുന്നു. അത് ഇന്നും ഈ നിമിഷവും പ്രസക്തമായ, അല്ലെങ്കിൽ നമ്മളോടുള്ള ബന്ധത്തിലും ഏറ്റവും ആവശ്യമുള്ള, അല്ലെങ്കിൽ നമ്മളെ ബാധിക്കുന്ന ഒരു ചോദ്യമാണ്. നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു? നമ്മളും, പ്രിയപ്പെട്ടവരെ, നമ്മൾ വിശ്വസിക്കുന്നു ഈ കർത്താവിനെ നമ്മൾ അനുഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അങ്ങനെ ഇറങ്ങി പുറപ്പെട്ടവരാണ്. നമ്മൾ കഴിഞ്ഞ നാളുകളിൽ, കഴിഞ്ഞ വർഷങ്ങളിലായി ഈ കർത്താവിനെ അനുഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇന്ന് പ്രഭാതത്തിൽ കർത്താവ് നമ്മളോട് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്ന ചോദ്യം ഇതേ ചോദ്യം തന്നെയാണ്. നിങ്ങൾ എന്താണ് അന്വേഷിക്കുന്നത്? എത്രയോ ഗൗരവമുള്ള ചോദ്യമാണ്. ഒരു നിമിഷം നമ്മളെ തന്നെ ശാന്തമായിട്ട് ഒന്ന് ഇരുന്ന് ഇതിന് മറുപടി പറയുക. നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു? ലോകം അന്വേഷിക്കുന്നത് പലതാണ്. ലോകത്തിൽ നിന്ന് നമ്മളെ വ്യത്യസ്തരാക്കുന്ന ഘടകവും അതാണ്. പലരും ആഗ്രഹിക്കുന്നതും അന്വേഷിക്കുന്നതും അവരുടെ ജോലിയായിരിക്കാം, അവരുടെ ഭൗതികമായ നന്മകളായിരിക്കാം, രോഗത്തിൽ നിന്നുള്ള സൗഖ്യമായിരിക്കാം, ഈ രീതിയിലുള്ള കാര്യങ്ങളായിരിക്കാം പലരും അന്വേഷിക്കുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മളിൽ നിന്ന് കർത്താവ് ആഗ്രഹിക്കുന്ന എന്താണ് ഈ കർത്താവിനെ അനുഗമിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ ഈ കർത്താവിൽ നിന്ന് എന്താണ് അന്വേഷിക്കുന്നത്? എത്രയോ ഗൗരവമുള്ള ചോദ്യമാണ്. പ്രിയപ്പെട്ടവർ, നമുക്ക് നമ്മളെ തന്നെ താഴ്ത്തി ഈ ചോദ്യത്തിന് മറുപടി പറയാം. ഇവിടെ നമ്മൾ കാണുന്നു 2 ശിഷ്യന്മാർ. അവർ അന്വേഷിക്കുന്നത് മശിഹായെയാണ്. ഇത് യഥാർത്ഥ മശിഹായാണോ എന്നാണ് അവർക്ക് അറിയേണ്ടത്. അതിനുവേണ്ടിയാണ് അവർ ഇറങ്ങിയിരിക്കുന്നത്. അവരോട് കർത്താവ് ചോദിക്കുകയാണ്, എന്താണ് നിങ്ങൾ അന്വേഷിക്കുന്നത്? അതിൻ്റെ മറുപടി അടുത്ത വാക്യം വായിച്ചോളൂ. 39. അവൻ അവരോട് വന്ന് കാണുമീൻ എന്ന് പറഞ്ഞു. യെസ്, അതെ, ഇവിടെ കർത്താവിൻ്റെ മറുപടി നമ്മൾ കാണുകയാണ്. അതിനു മുമ്പ് എൻ്റെ ഒരു വാക്യം സ്കിപ്പായി. 38. നിങ്ങൾ എന്താ അന്വേഷിക്കുന്നു എന്ന് ചോദിച്ചു. അവർ റബ്ബി എന്ന് വെച്ചാൽ ഗുരു, നീ എവിടെ പാർക്കുന്നു എന്ന് ചോദിച്ചു. യെസ്, നോക്കുക. യെസ്, അവരോട് അതെ, മതിയാക്കാം. അവിടെ ഇവിടുത്തെ ശിഷ്യന്മാരുടെ മറുപടി, കർത്താവിൻ്റെ ചോദ്യം, നിങ്ങൾ എന്താണ് അന്വേഷിക്കുന്നത്? അവരുടെ ഉത്തരം, നീ എവിടെ പാർക്കുന്നു? അവർക്ക് പെട്ടെന്ന്, കാരണം ആ ചോദ്യം പ്രതീക്ഷിക്കുന്നതല്ല. ഒരാൾ നടക്കുന്നു, പെട്ടെന്ന് എന്താ എന്ന് വെച്ചാൽ നമ്മളൊന്ന് പതറിപ്പോവും. ഇവിടെ കർത്താവിൻ്റെ ചോദ്യം കേട്ടപ്പോൾ അവർ പതറിയിട്ടുള്ള ഒരു മറുപടിയല്ല, എന്തെങ്കിലും ചോദിക്കുകയല്ല അവർ ചെയ്യുന്നത്. അവരുടെ ചോദ്യം വളരെ ക്ലിയറാണ്. അങ്ങ് എവിടെയാണ് പാർക്കുന്നത്? കർത്താവ് എവിടെ പാർക്കുന്നു? അവിടെ ചോദ്യം ശ്രദ്ധിക്കുക, എവിടെയാണ് പാർക്കുന്നത്? അവർക്ക് അവിടെ താമസിക്കണം, ജസ്റ്റ് വീടൊന്ന് കണ്ടിട്ട് മടങ്ങാനല്ല. എവിടെയാണ് പാർക്കുന്നത്? ആ ചോദ്യത്തിൽ വളരെ അതിൻ്റെ ഉത്തരം നമുക്കറിയാം. എന്താണ്, എവിടെയാണ് താമസിക്കുന്നത്, അല്ലെങ്കിൽ കർത്താവ് എവിടെയാണ് താമസിക്കുന്നതെന്നാണ് അവർക്ക് അറിയേണ്ടത്. കർത്താവിനോട് ചേർന്ന് പാർക്കുവാനുള്ള ആഗ്രഹം,
ഉള്ള 2 ശിഷ്യന്മാർ. കർത്താവിനോട് ചേർന്ന് താമസിക്കുവാൻ, കേവലം വന്ന് കണ്ടു മടങ്ങുവാനല്ല, മറിച്ച് കർത്താവിനോട് ചേർന്ന് പാർക്കുവാൻ അല്ലെങ്കിൽ വസിക്കുവാൻ ആഗ്രഹിക്കുന്ന 2 ശിഷ്യന്മാർ. പ്രിയപ്പെട്ടവർ, എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു വസ്തുത. നമ്മൾ സങ്കീർത്തനത്തിൽ 91 അവിടെ കാണുന്നു, അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തൻ്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെക്കുറിച്ച് അവൻ എൻ്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവം എന്ന് പറയുന്നു. അവിടെ കാണുന്നു, അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തൻ്റെ നിഴലിൻ്റെ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ. ഈ സത്യം മനസ്സിലാക്കിയ ചെറിയാൻ സാർ എഴുതിയ പാട്ട് നമുക്കറിയാം. പാരിടമാം പാഴ്മണലിൽ പാർത്തിടും ഞാൻ നിൻ തണലിൽ. നോക്കുക, ഈ ലോകത്തിൻ്റെ പ്രൗഢി, അതിനെയൊക്കെ ചെറിയാൻ സാർ പറയുന്നത് എന്താണ്? പാരിടമാം പാഴ്മണലിൽ. ഇതൊക്കെ പാഴ്മണലാണ്. പലപ്പോഴും നമ്മൾ ഈ പാഴ്മണലിൽ കെട്ടിപ്പൊക്കിയ മണിമാളികകളും വലിയ പ്രൗഢഗംഭീരമായ കെട്ടിടങ്ങളൊക്കെ കണ്ടിട്ട് അതിൽ നമ്മൾ പുകഴുകയും ഊറ്റം കൊള്ളുകയൊക്കെ ചെയ്യുമ്പോൾ ഇവിടെ ശിഷ്യന്മാർ ചോദിക്കുകയാണ്, അങ്ങ് എവിടെ പാർക്കുന്നു? ചെറിയാൻ സാർ പറയുന്നത്, അവിടെ പറയുന്ന പാരിടമാം പാഴ്മണലിൽ പാർത്തിടും ഞാൻ നിൻ തണലിൽ, മരണദിനം വരും അളവിൽ മറഞ്ഞിടും ഞാൻ നിൻ മാർവിടത്തിൽ. ഹല്ലേലൂയ. നോക്കുക, യഥാർത്ഥ ഒരു ഭക്തൻ്റെ ആഗ്രഹം ഈ പാഴ്മണലിലെ തണലോ എന്തെങ്കിലും അതല്ല ഒരു ഭക്തൻ ആഗ്രഹിക്കുന്ന അവൻ്റെ തണലെന്ന് പറയുന്നത്. നമുക്കറിയാം, ഈ പാഴ്മണലിൽ കെട്ടിപ്പൊക്കുന്ന സൗധങ്ങളൊക്കെ തരുന്ന അസ്ഥിരത എത്രമാത്രമാണ് നമുക്കറിയാം. ചില മാസങ്ങൾ മുമ്പ് മാർച്ച് 2025 മാർച്ചിൽ തന്നെ നമ്മൾ കണ്ടതാണ് മ്യാൻമാറിൽ നടന്ന ഭൂകമ്പം. 7.9 റിക്ടർ സ്കെയിലിൽ ഭൂകമ്പം വന്നപ്പോൾ 4000-നടുത്ത് ആളുകൾ കൊല്ലപ്പെട്ടു. അനേക കെട്ടിടങ്ങൾ തകർന്നു. 7.9 റിക്ടർ സ്കെയിൽ. ഈ 7.9 എന്നുള്ളത് ചില പോയിന്റുകളൊന്ന് മേളിലോട്ട് പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന നാശനഷ്ടം എന്തുമാത്രമായിരിക്കും. ഇതൊക്കെ മനസ്സിലാക്കുന്ന ഭക്തന്മാർക്ക് മാത്രമേ അങ്ങനെ പാടാൻ കഴിയത്തുള്ളൂ. ഇതൊക്കെ ഒരു പാഴ്മണലാണ്. ഇതിൽ പാർത്തിയിട്ട് നമ്മൾ, പ്രിയപ്പെട്ടവരെ, നമ്മൾ പലപ്പോഴും നമ്മുടെ മൗഢമായ നമ്മുടെ ബുദ്ധിയിൽ അതിലാണ് നമ്മൾ ഊറ്റം കൊള്ളുന്നത്. പഠിത്തത്തിൽ അല്ലെങ്കിൽ ആ രീതിയിലുള്ള പല ലോകപരമായ കാര്യങ്ങൾ നമ്മൾ ഊറ്റം കൊള്ളുമ്പോൾ സാറ് പറയുന്നത് അവിടെ ഒരു ഭക്തന് ചെയ്യുവാൻ കഴിയുന്നത് ഈ കർത്താവിൻ്റെ മാർവിടത്തിൽ ചേർന്നിരിക്കുക എന്നാണ്. അതുതന്നെയാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, അത്യുന്നതൻ്റെ മറവിൽ വസിക്കുക, സർവശക്തൻ്റെ നിഴലിൻ കീഴിൽ പാർക്കുക. അടുത്ത വാക്യം കൂടി വായിച്ചോളങ്ങളെ. കർത്താവിൻ്റെ മറുപടി അതെ, വന്ന് കാൺമീൻ എന്ന് കർത്താവ് ഇവിടെ മറുപടി പറയാണ്. ചോദ്യം, അങ്ങ് എവിടെ പാർക്കുന്നു? ഇവിടെ കർത്താവിൻ്റെ മറുപടി, വന്ന് കാൺമീൻ. അതിൽ ഉത്തരത്തിൽ തന്നെ വളരെ വ്യക്തമാണ്. ഇത് വ്യക്തിപരമായ ഉത്തരമാണ്. ചോദിക്കുന്ന 2 വ്യക്തികളാണ്. അവർ ചോദിക്കുന്നത്, അങ്ങ് എവിടെ പാർക്കുന്നു? ഞങ്ങൾക്കാണ് വന്ന് പാർക്കേണ്ടത്. എൻ്റെ വീട്ടിലുള്ളവർക്കോ എൻ്റെ സഭയിലുള്ളവർക്കോ ഞങ്ങൾക്ക് ഒരുമിച്ച് വന്നിട്ട് പാർക്കുവാൻ വേണ്ടിയില്ല, ഞാൻ ചോദിക്കാൻ വന്നതേ ഉള്ളൂ. അല്ല, അവിടെ ചോദ്യം വളരെ സ്പെസിഫിക്കാണ്, ഉത്തരവും വളരെ സ്പെസിഫിക്കാണ്. വന്ന് കാൺമീൻ. അങ്ങ് എവിടെ പാർക്കുന്നു? നീ വന്ന് കാൺമീൻ. അങ്ങ് എവിടെ പാർക്കുന്നു? അടുത്ത ആളോടും കൂടാണ്, നീയും വന്ന് കാൺമീൻ. നിങ്ങൾ വന്ന് കാണുക, വന്ന് കാണുക, കർത്താവിനോട് ഒത്ത് വസിക്കുക. വ്യക്തിപരമായ ഒരു സ്ഥിതി, വ്യക്തിപരമായ ഒരു അനുഭവം. കർത്താവിനെ ഈ രീതിയിൽ അനുഗമിക്കുന്നു എന്ന് പറയുമ്പോഴും പ്രിയപ്പെട്ടവരെ, ഇതുപോലെ കർത്താവിനെ വ്യക്തിപരമായിട്ട് നമുക്ക് കർത്താവിനോട് ഒത്ത് വസിക്കുവാൻ, കർത്താവിനെ ആസ്വദിക്കുവാൻ നമുക്ക് കഴിയാറുണ്ട്. പലപ്പോഴും കുടുംബമായിട്ട് നമ്മൾ ആസ്വദിക്കുന്നുണ്ടായിരിക്കാം. കുടുംബ പ്രാർത്ഥനയുടെ സമയത്തോ അല്ലെങ്കിൽ സഭയായിട്ട് ഞായറാഴ്ച വരുമ്പോഴോ കൂടിവരവുകൾ നടക്കുമ്പോഴോ ചിലപ്പോൾ നമുക്ക് ആസ്വദിക്കാൻ ഒരു പരിധിവരെ നമുക്ക് കഴിയുന്നുണ്ടായിരിക്കാം. എന്നാൽ കർത്താവ് പറയുന്നത് നമ്മളോട് ഓരോരുത്തരോടും ഇന്ന് പകൽ പറയുന്നു, നീ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ വന്ന് കാൺമീൻ, നീ വന്ന് കാൺമീൻ. അങ്ങനെ വന്ന് കാണുന്ന വ്യക്തിക്ക് മാത്രമേ സങ്കീർത്തനക്കാരനോട് ചേർന്ന് പറയുവാൻ കഴിയത്തുള്ളൂ. യഹോവയെക്കുറിച്ച് അവൻ എൻ്റെ സങ്കേതവും എൻ്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയുന്നു. പ്രിയപ്പെട്ടവരെ, ഇതൊരു പേഴ്സണൽ ഒരു എക്സ്പീരിയൻസ് ആണ്, വ്യക്തിപരമായ ഒരു അനുഭവമാണ്, വ്യക്തിപരമായ ഒരു ആസ്വാദനമാണ്. ആരെങ്കിലും ആസ്വദിച്ചിട്ടാ നല്ല മാങ്ങയാണ് എന്ന് പറയുന്നതല്ല, ആർക്കെങ്കിലും കിട്ടിയൊരു മധുരമല്ല. ഇത് വ്യക്തിപരമായൊരു അനുഭവമാണ്.
അവിടെ പറയുന്നത് അങ്ങനെയുള്ളവൻ അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തൻ്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ, അവൻ പറയുകയാണ് യഹോവയെക്കുറിച്ച്, ഈ ദൈവം എൻ്റെ സങ്കേതവും കോട്ടയും, ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവം എന്ന് പറയുന്നു. പ്രിയപ്പെട്ടവരെ, വരുന്ന ദിവസങ്ങളിൽ ഈ യഹോവയെ ഈ രീതിയിൽ വ്യക്തിപരമായിട്ട് ആസ്വദിച്ച് ആ ആസ്വാദനം നമ്മളുടെ കുടുംബങ്ങളിലേക്ക് പകർന്നുകൊണ്ട് അത് സഭയിലേക്ക് പ്രതിഫലിപ്പിച്ചുകൊണ്ട് വരുന്ന ദിവസങ്ങളിൽ ജീവിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. അടുത്ത വാക്യം കൂടെ വായിക്കും. അങ്ങനെ അവൻ വസിക്കുന്ന ഇടം അവർ കണ്ടു, അന്ന് അവനോടുകൂടെ പാർത്തു. യെസ്, വായിച്ചോളൂ. അപ്പോൾ ഏകദേശം 10 മണി നേരമായിരുന്നു. യോഹന്നാൻ പറഞ്ഞത് കേട്ട് അവനെ അനുഗമിച്ച 2 പേരിൽ ഒരുത്തൻ ശിമോൻ പത്രോസിന്റെ സഹോദരനായ അന്ത്രയോസ് ആയിരുന്നു. യെസ്, അവിടെ നമ്മൾ അതെ മതിയെങ്കിൽ അവിടെ നമ്മൾ 2 ശിഷ്യന്മാരെ കാണുന്നുണ്ട്. അവിടെ ഒരാളുടെ പേര് പറയുന്നു അന്ത്രയോസ്, എന്നാൽ മറ്റേ ശിഷ്യൻ്റെ പേര് അവിടെ പറഞ്ഞിട്ടില്ല. നമുക്കറിയാം യോഹന്നാൻ്റെ സുവിശേഷം നമ്മൾ ഉടനീളം നോക്കുകയാണെങ്കിൽ അവിടെ യോഹന്നാൻ തന്നെത്താൻ പേര് പറയാറില്ല എന്ന് നമുക്കറിയാം. സുവിശേഷത്തിൽ തന്നെ പല ഭാഗങ്ങൾ, യോഹന്നാൻ 13:23, യോഹന്നാൻ 21:7, ആ ഭാഗങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം യേശു സ്നേഹിച്ച ഒരുത്തൻ, പിന്നീട് പറയുന്നു താൻ സ്നേഹിച്ച ശിഷ്യൻ. ഈ രീതിയിലൊക്കെയാണ് യോഹന്നാൻ തന്നെക്കുറിച്ച് പറയുന്നത്. ചിലപ്പോൾ തൻ്റെ ഒരു ഹമ്പിൾ നേച്ചർ, തൻ്റെ എളിമ കൊണ്ടായിരിക്കാം. കാരണം യോഹന്നാൻ സ്നാപകൻ്റെ ശിഷ്യനാണ്. യോഹന്നാൻ സ്നാപകനും തന്നെക്കുറിച്ച് തൻ്റെ മനോഭാവം, കർത്താവിനോടുള്ള ബന്ധത്തിൽ താൻ എന്താണ് തൻ്റെ മനോഭാവം അവിടെ പറയുന്നുണ്ട്. യോഹന്നാൻ 3:30 അവിടെ സ്നാപകൻ പറയുന്നത് അവൻ വളരേണം ഞാനോ കുറയണം എന്നാണ് അവിടെ പറയുന്നത്. അതൊക്കെ ആ ഗുരുവിനോട് കൂടെ ചേർന്ന് നടന്ന് അത് അനുകരിക്കുന്നതായിരിക്കാം. എന്തായാലും ഇവിടെ പറഞ്ഞിരിക്കുന്ന മറ്റേ ശിഷ്യൻ അന്ത്രയോസിനോട് കൂടെ ഉള്ളത് യോഹന്നാനാണ് എന്ന് നമുക്ക് സ്വാഭാവികമായിട്ട് അനുമാനിക്കാം. അത് നമ്മളങ്ങനെ ചിന്തിക്കുമ്പോൾ തന്നെ നമുക്ക് വളരെ സന്തോഷം തരുന്ന വസ്തുതയാണ്. ഇവിടെ നമ്മൾ നോക്കുക, ഒരു വാക്ക് കേട്ട് ഇറങ്ങി പുറപ്പെടുന്ന അല്ലെങ്കിൽ അനുഗമിക്കാൻ തീരുമാനിക്കുന്ന ഒരു ശിഷ്യൻ യോഹന്നാൻ. എന്താണ് വാക്ക്? ദൈവത്തിൻ്റെ കുഞ്ഞാട്. ആ യോഹന്നാൻ പിന്നീട് നമ്മൾ കാണുന്നു ഈ കർത്താവുമായിട്ട് എത്ര അടുത്ത്, കർത്താവ് സ്നേഹിക്കുന്ന ശിഷ്യൻ എന്ന് പറയത്തക്കവണ്ണം എത്രയോ അടുപ്പമാണ് ഈ ഗുരുവുമായിട്ട് താൻ പിന്നീട് പുലർത്തുന്നത്. നമ്മൾ പിന്നീട് കാണുന്നു കർത്താവിൻ്റെ ക്രൂശീകരണത്തിന് ഒരു ദിവസം മുമ്പ് നമ്മൾ കാണുന്നു ഈ കർത്താവിൻ്റെ മാർവിലേക്ക് ചാഞ്ഞ് ഇരിക്കുന്ന ഒരു യോഹന്നാനെ നമ്മൾ കാണുന്നു. അടുത്ത ദിവസം നമ്മൾ കാണുന്നു ക്രൂശിൻ്റെ ചുവട്ടിൽ മറ്റെല്ലാ ശിഷ്യന്മാരും ഓടിപ്പോയപ്പോൾ ഭയപ്പെടാതെ ക്രൂശിൻ്റെ ചുവട്ടിൽ ഈ യോഹന്നാനെ നമ്മൾ കാണുന്നു. പിന്നീട് നമ്മൾ ഈ യോഹന്നാൻ പത്മോസ് ദ്വീപിൽ നമ്മൾ കാണുന്നു. അവിടെ നമ്മൾ കാണുന്ന ആ വാക്യം ഒന്ന് എടുത്ത് വായിക്കണം. വെളിപ്പാട് 5:6. ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ, ക്രൂശിക്കപ്പെട്ടവനായ യേശുവിനെ കണ്ട ഈ യോഹന്നാൻ, അതൊന്ന് എടുത്ത് വായിക്കാമോ? വെളിപ്പാട് 5:6. അതെ, ഇവിടെ നോക്കുക, ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു. ഇവിടെ നോക്കുക, യോഹന്നാൻ ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന വാക്ക് യോഹന്നാൻ സ്നാപകനിൽ നിന്ന് കേട്ട് ഇറങ്ങി പുറപ്പെടുന്ന, അനുഗമിക്കാൻ തീരുമാനിക്കുന്ന യോഹന്നാൻ കർത്താവിൻ്റെ ക്രൂശിൻ്റെ ചുവട്ടിൽ ആ ക്രൂശീകരണ സമയത്ത് ആ ചുവട്ടിൽ കാണുന്ന യോഹന്നാൻ നമ്മൾ പിന്നീട് പത്മോസ് ദ്വീപിൽ സുവിശേഷം നിമിത്തം നാടുകടത്തപ്പെട്ട് പത്മോസ് ദ്വീപിലായ യോഹന്നാൻ, ഈ യോഹന്നാനെ കർത്താവ് കാണിക്കുന്ന ദർശനം എത്രയോ അനുഗ്രഹിക്കപ്പെട്ടാണ്. സ്വർഗീയ ദർശനം ലഭിക്കുന്ന യോഹന്നാൻ, സ്വർഗീയ ആരാധന കാണുന്ന യോഹന്നാൻ. ആ യോഹന്നാൻ കാണുന്ന കാഴ്ചയാണ് വെളിപ്പാട് 5:6 നമ്മൾ വായിച്ചത്. കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കാണുന്ന യോഹന്നാൻ. പ്രിയപ്പെട്ടവരെ, ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന വാക്ക് കേട്ടിറങ്ങിയ യോഹന്നാൻ. നമ്മൾ വെളിപ്പാടിൽ കാണുന്നത് കുഞ്ഞാട്, അറുക്കപ്പെട്ട കുഞ്ഞാടിനെ അവന് വെളിപ്പെടുത്തുന്ന കർത്താവായ യേശു ക്രിസ്തു. എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു അനുഭവമാണ് യോഹന്നാൻ ഉണ്ടായിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, കർത്താവിനെ യഥാർത്ഥമായിട്ട് അറിയണമെന്ന ആഗ്രഹത്തോടെ, മശിഹായെ കണ്ടെത്തണം എന്ന തിരച്ചിലിൽ, എന്ന മനോഭാവത്തോടു കൂടെ ഇരിക്കുന്ന യോഹന്നാൻ ആ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് കേട്ടപ്പോൾ ഇറങ്ങി അവനെ അനുഗമിക്കുവാൻ തീരുമാനിക്കുമ്പോൾ, അവനോടുകൂടെ പാർക്കുവാൻ തീരുമാനിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, അവനുണ്ടായ സ്വർഗീയമായ അനുഭവം നോക്കുക.
പ്രിയപ്പെട്ടവർ, ഇത് നമുക്കൊരു പ്രചോദനമാകട്ടെ. കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്നും അനുഗമിക്കുന്നു എന്ന് കേവലം നമ്മുടെ വാക്കുകളിൽ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകടിപ്പിക്കുന്ന ഒരു അനുഭവമല്ല, മറിച്ച് അത് യഥാർത്ഥമായിട്ട് ആ അനുഭവം ആസ്വാദനമായിട്ട് നമ്മുടെ ജീവിതങ്ങളിലേക്ക് പരിവർത്തനം ചെയ്യുവാൻ കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. യഥാർത്ഥ ആ മനോഭാവത്തോടുകൂടെ അങ്ങ് എവിടെയാണ് പാർക്കുന്നത് അവിടെ എനിക്കും അങ്ങയോട് കൂടെ എനിക്കും പറയണം, അത്യുന്നതൻ്റെ മറവിൽ വസിക്കുന്നത്, അല്ലെങ്കിൽ ഈ ശക്തൻ്റെ നിഴലിൻ്റെ കീഴിലാണ് ഞാൻ പാർക്കുന്നത്. ഈ പാരിടത്തിൻ്റെ പാഴ്മണൽ തരുന്ന സുഖത്തിലും അല്ലെങ്കിൽ അതിൻ്റെ തണലിലുമല്ല ഞാൻ ആഗ്രഹിക്കുന്നതും ആശ്രയിക്കുന്നതും. പ്രിയപ്പെട്ടവരെ, ഈ അത്യുന്നതൻ്റെ മറവിൽ വസിച്ച് ഇത് എൻ്റെ ദൈവം, എൻ്റെ സങ്കേതമെന്ന് പറയുവാനുള്ള ഒരു ധൈര്യത്തോടും അതിനുള്ള പ്രാഗൽഭ്യത്തോടും കൂടെ നമ്മുടെ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ കർത്താവ് നമ്മളെ വരുന്ന ദിവസങ്ങളിൽ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഞാൻ നിർത്തുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.